നമസ്കാരം. സുപ്രീം കോടതിയിൽ നിന്ന് മുഖമടച്ച് അടി കിട്ടിയതോടെ പിടിവാശി അടക്കി പിണറായി വിജയൻ മുട്ടുമടക്കി. മനസ്സില്ലാ മനസ്സോടെ സെൻകുമാറിന് പോലീസ് മേധാവിയുടെ തൊപ്പി തിരികെ നൽകേണ്ടി വന്നു പിണറായിക്ക്. കണ്ണിൽ പിടിക്കാത്ത സെൻകുമാറിൽ നിന്ന് സല്യൂട്ട് വാങ്ങാതിരിക്കണമെങ്കിൽ പിണറായി വിജയൻ ഇനി 2 മാസമെങ്കിലും മുഖ്യമന്ത്രി പണിക്ക് അവധി കൊടുത്ത് മാറി നിൽക്കണം. സെൻകുമാർ വിരമിച്ച ശേഷം തിരികെ വരാം. വികലമായ വാദങ്ങളുമായി സുപ്രീം കോടതിയുടെ വാതിലിൽ മുട്ടിയ സർക്കാർ തോറ്റ് തുന്നം പാടുന്നതാണ് രാവിലെ കണ്ടത്. തിരിച്ചടിയല്ലെന്ന് മന്ത്രി AK ബാലന് പറയാം. എന്നാൽ ദുർവാശിക്ക് പിഴ കൊടുക്കേണ്ടത് മന്ത്രിമാരുടെയോ ഉപദേശികളുടെയോ പണമല്ല, പൊതുജനത്തിന്റെ വിയർപ്പിന്റെ വിലയാണ്. സുപ്രീം കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കില്ലാത്ത വ്യക്തതാ ഹർജിയുമായി അടി ഇരന്നു വാങ്ങുകയായിരുന്നു പിണറായി സർക്കാർ. സുപ്രീം കോടതിയിൽ ഇന്ന് വാദം നടന്നത് 8 മിനിറ്റ് മാത്രം. പോലീസ് മേധാവിയായല്ല സെൻകുമാറിനെ നിയമിച്ചതെന്ന സർക്കാർ വാദം 8 നിലയിൽ പൊട്ടി. ഒരു വേള ഹർജി പിൻവലിച്ച് തലയൂരാൻ നോക്കിയിട്ടും കോടതി വിട്ടില്ല. ഹർജി പിൻവലിച്ചോളൂ, പോകുന്ന വഴിക്ക് കോടതി ചെലവ് കെട്ടിവെക്കണമെന്ന ഉത്തരവ് സർക്കാരിനേറ്റ ഇരട്ട പ്രഹരമായി. എത്ര കൊണ്ടാലും പഠിക്കാത്ത പിണറായിക്ക് മുന്നിൽ ഒരു വഴിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ: മുട്ടുമടക്കുക. പിടിവാശി അടക്കിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് ജയിലിലേക്ക് വഴികാട്ടിയ മുഖ്യമന്ത്രി എന്ന ദുഷ്പേര് തലയിലാകുമെന്ന വെളിപാടുണ്ടായതോടെ ചുറ്റുമുള്ള 6 or 8 ഉപദേശികളല്ലാത്തവരുടെ നേർവഴി ഉപദേശം മുഖ്യമന്ത്രി കേട്ടു. സെൻകുമാറിനെ പോലീസ് മേധാവിയായി തിരികെ നിയമിക്കാതിരിക്കാനുള്ള സർക്കാരിന്റെ നീക്കം സുപ്രീം കോടതിയിൽ തകർന്നടിഞ്ഞതും അല്പം മുമ്പ് സെൻകുമാറിനെ പോലീസ് മേധാവിയായി തിരികെ നിയമിക്കുന്ന ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചതും സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള വളഞ്ഞ വഴി പിണറായി സർക്കാരിനെ എത്തിച്ചത് നാണക്കേടിന്റെ പടുകുഴിയിലല്ലേ? നളിനി നെറ്റോയെ രക്ഷിക്കാനാകില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലല്ലേ ഇന്ന് തന്നെ സെൻകുമാറിന് പുനർനിയമനം നൽകിയത്? സുപ്രീം കോടതി സുപ്രീമാണെങ്കിൽ 12 ദിവസത്തെ കാലതാമസം എന്തിനായിരുന്നുവെന്ന് പിണറായിക്ക് മറുപടിയുണ്ടോ? പിണറായിയുടെ പിടിവാശിക്ക് ചെലവും പിഴയും നൽകാനാണോ സർക്കാർ ഖജനാവ്? ദോഷം ഉപദേശികൾക്കല്ല LDFനാണെന്ന പന്ന്യന്റെ പ്രതികരണം മുഖ്യമന്ത്രി തിരിച്ചറിയേണ്ടതല്ലേ? തച്ചങ്കരിയെ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ചത് സെൻകുമാറിന്റെ നിയമനത്തിനുള്ള മുന്നൊരുക്കമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനു വേണ്ടി KPCC വക്താവ് PC വിഷ്ണുനാഥ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം രാജു എബ്രഹാം MLA ടെലിഫോൺ ലൈനിലും. സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള വളഞ്ഞ വഴി സർക്കാരിനെ എത്തിച്ചത് നാണക്കേടിന്റെ പടുകുഴിയിലോ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു ചെറിയ ഇടവേള.